നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോട് അവർ പറയുവാൻ ആഗ്രഹിക്കുന്ന, കറൻറ്റ്ലി അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളെ അവർ ഓർക്കുന്നുണ്ടോ, നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളായിക്കോട്ടെ, നിങ്ങളോടൊപ്പം ഇപ്പോൾ കറൻറ്റ്ലി ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അവരുടെ മനസ്സൊന്നറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവരുടെ ആ ഒരു എനർജി ഏത് രീതിയിലാണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് കേട്ടോ. അതായത് അവരുടെ മനസ്സ് നമുക്കൊന്നറിയാം. ഫസ്റ്റ് തന്നെ ഇത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ. അതുപോലെ തന്നെ നമ്മളുടെ റിലേഷനിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, നിങ്ങൾ എന്താണ് ഈ ഒരു ബന്ധത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എത്രത്തോളം സമാധാനവും സന്തോഷവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതൊരു ലോങ് ടൈം സക്സസ്സിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊരു അഫർമേഷൻസ് ആയിട്ട് എഴുതി ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി അതിനെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം ആഴത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ള ഒരു ചിന്ത അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. കാരണം ഇന്നലെ വരെ അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ അവർ ഒരു സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കടന്നുപോയൊരു വ്യക്തിയായിരിക്കും. അവരുടെ ഉള്ളിൽ തട്ടി ഒരു കാര്യങ്ങൾക്കും വലിയ സ്ട്രോങ് ആവുന്ന തീരുമാനമുണ്ടായിരുന്നു കാണില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പം നോക്കുമ്പം അവരുടെ ലൈഫിൽ അവർ കറൻറ്റ്ലി ചിന്തിക്കുന്നത് ഒരു തീരുമാനം എടുക്കണം, കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല പോസിറ്റീവായിട്ട് കൊണ്ടുപോകണം, ഒരു സ്മൂത്ത് എനർജി വേണം. ഇതിനകത്ത് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ വേണം എന്നവർ ആഗ്രഹിക്കുന്നു. അല്ലാതെ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് പോകുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ഒരു ഹാപ്പി ജേണി ആയിരിക്കാം, ഒരു ട്രാവലിങ്ങിനെ കുറിച്ചായിരിക്കാം അവർ ചിന്തിക്കുന്നത്. അത് നിങ്ങളോട് ഒരു പക്ഷേ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം. പക്ഷെ അതിന് ആക്ഷൻ എടുക്കാതെ എപ്പോഴും അതിന് എന്തെങ്കിലും രീതിയിലെ തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നതായിരിക്കാം. പക്ഷെ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഒരുമിച്ച് ഒരു ഹാപ്പി ജേണി എനർജി വേണം, ഒരു ട്രാവലിംഗ് വേണം, ഒരു സന്തോഷകരമാകുന്ന ഒരു സെലിബ്രേഷനിലേക്ക് ഒരു ബന്ധത്തെ എത്തിക്കണമെന്നൊക്കെ ഒരുപാട് എനർജികളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത്രയും നാളും ഇവർ നിങ്ങളോടൊപ്പം നിന്നെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിന്നെങ്കിലും, ഇവർ വലിയ കാര്യങ്ങളൊന്നും തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രാധാന്യമൊന്നും മറ്റ് ബന്ധങ്ങൾക്ക് കൊടുക്കുന്നതിലോ ഒന്നും ഇവർ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരു പക്ഷേ ഒരു ഉഴപ്പൻ മട്ടിൽ അവരുടെ ലൈഫിനെ പോലും അവർ കണ്ടിരുന്ന വ്യക്തികളായിരിക്കാം. ഒന്നിലും ഒരു വലിയ സീരിയസ്നെസ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, ഇതാണ് ശരി, ഇങ്ങനെ ആയിരിക്കണമെന്നുള്ള ഉറച്ച ചില തീരുമാനങ്ങളൊന്നും എടുക്കാതെ അന്നന്ന് ആ ഒരു പോകുന്ന രീതിയിൽ വെറും മട്ടിൽ ഇവർ കടന്നു പോയിട്ടുള്ള വ്യക്തികളാവാം. ഒരു പക്ഷേ നിങ്ങൾ പലവട്ടം പല രീതിയിൽ ഇവരെ കണക്റ്റ് ചെയ്യുമ്പോഴും ഇവരെ സംബന്ധിച്ച് എന്നാലും ഇവർക്കൊരു വാല്യൂ ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കേൾക്കാൻ പോലുമുള്ള ഒരു മനസ്സ് നൽകാതെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമയം സ്പെൻഡ് ചെയ്യാതെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം അവരൊന്ന് വിട്ടുതരാനോ ഒന്നും തയ്യാറാവാത്ത വിധം നിന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അത് നിങ്ങളോടൊന്ന് തന്നെയല്ല, അവരുടെ ഒരു ക്യാരക്ടർ എനർജി വെച്ച് അവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആരെയും അവർ കേൾക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ ഒന്നും അവർ തയ്യാറില്ല. കാരണം അവർ ലൈഫിനെ സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പോകുന്നത് പോലെ അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് ചിന്തിച്ച്, അതല്ലാതെ ഒരു ലൈഫിൽ ഇതാണ് വേണ്ടത്, ഇന്ന രീതിയിലാണ് പോകേണ്ടത്, ഇന്നതൊക്കെ നേടണം, ഇന്ന ഭാഗങ്ങളിലൊക്കെ ഇന്ന രീതിയിലൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അത് ചെയ്യണം, ഇതൊന്നും ഇവർ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ പരമാകുന്ന പ്രവൃത്തികളിലോ
കാണിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൽഫ് ലവ് എനർജി എന്നൊക്കെ പറയുന്ന സെൽഫ് ലവ് ആണോ എന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടിയിട്ടും അവർ വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ടും നമുക്ക് കാണാനുണ്ടാവില്ല. ഒരു എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട ഒരു ഒറ്റയാനെ പോലെ അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കുള്ള ആ ഒരു മുന്നോട്ടേക്കുള്ള അന്നുള്ള ഒരു കാര്യങ്ങളെ കണക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ എനർജി ആയിരുന്നു. ഇമോഷണലി ഒന്നും ഒരിടത്തും കണക്റ്റഡ് ആയിരുന്നില്ല. ഒരു ഉറച്ച തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നിനെയും ഒരു പോസിറ്റീവായിട്ട് വാല്യുബിൾ ആയിട്ട് എടുത്തിരുന്നുമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പം ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഒരുപാട് ചിന്തിക്കുന്നു, ഒരുപാട് മനസ്സിലാക്കുന്നു, ഒരുപാട് തിരിച്ചറിവോടുകൂടി ഇനി മുന്നോട്ടേക്ക് പ്രവർത്തിക്കണം. അതായത് ലൈഫിലൊരു പ്രൊട്ടക്ഷൻ വേണം, ചില തീരുമാനങ്ങൾ എടുക്കണം, ജീവിതത്തിൽ എല്ലാവരുമായിട്ട് നല്ല ഒരു കണക്ഷൻസ് ആവണം, ചുറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം, നേടണം എന്നൊക്കെയുള്ളൊരു മൈൻഡിലേക്ക് ഇപ്പോൾ അവർ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അവരിപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 3 of Cupsൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു, ഒരു ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങളിലേക്ക് നോക്കുമ്പോൾ റിയൂണിയൻ പ്രസൻസ് ഉറച്ച തീരുമാനത്തോടു കൂടി അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. ആ ഒരു സെൽഫിഷ് എനർജി, ഈഗോ എനർജി, ഒന്നിനും വാല്യൂ കൽപ്പിക്കാത്ത തന്നിഷ്ടത്തോടു കൂടി കടന്നു പോകുന്ന ആ ഒരു എനർജിയൊക്കെ അവരിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചു. ശരിക്കും അവർ ചില കാര്യങ്ങൾ പഠിച്ചു, ചില പാഠങ്ങൾ പഠിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വളരെ മെച്യൂരിറ്റി ഉള്ളതും വളരെയധികം എന്താ പറയുക, ഒരു ബുദ്ധിയോടുകൂടി നല്ലൊരു വിവേകത്തോടു കൂടി പ്രവർത്തിക്കാനും പെരുമാറാനും പറയാനും സംസാരിക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരിലുള്ള ചെറിയ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി ആവാം, ഒരു ഈഗോയൊക്കെ ആവാം. ഒരു പക്ഷേ അവരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒന്നിനോടും അവർക്ക് വലിയ പ്രാധാന്യം, ഇത് വേണം, ഇതൊക്കെയാണ് ജീവിതം എന്നൊക്കെ ഉള്ള ഒരു ചിട്ടയില്ലാത്ത ചില അവസ്ഥകളും ആവാം. അവരുടെ ഫ്യൂച്ചർ ലൈഫ്, ചൈൽഡ്ഹുഡ് കാലഘട്ടത്തെ ചില ട്രോമാസുകൾ, അവരുടെ ചില എക്സ്പീരിയൻസുകൾ, ചില നഷ്ടങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് വ്യക്തികളെ കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം അവരെ സംബന്ധിച്ച് ഇന്നലകളിലേക്ക് നോക്കുമ്പം അവരൊന്നിനും പ്രാധാന്യം കൊടുക്കാതെ വാല്യൂ കൽപ്പിക്കാതെ നിന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളെ അവർ കാണുന്ന വളരെ പ്രഷ്യസ് ആയിട്ടാണ് കേട്ടോ, അബണ്ടൻസ് ആയിട്ടാണ്. അതായത് ഒരു അത്ഭുതത്തോടു കൂടി നിങ്ങളെ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഫിസിക്കൽ ബ്യൂട്ടി ഇപ്പോൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കഴിവ്, നിങ്ങൾ എത്രത്തോളം വിവേകത്തോടു കൂടിയും മുൻവിധിയോടു കൂടിയുമാണ് കാര്യങ്ങളെ കാണുന്നത്. അതായത് ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു ഫോക്കസിങ് ഒക്കെ അവർ വളരെ അത്ഭുതത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു ക്യൂൻ എനർജിയിലാണ് നിങ്ങളെ അവർ കാണുന്നത്. ക്യൂൻ ആൻഡ് കിങ് എനർജിയിലാണ് നിങ്ങളെ അവർ കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നു മനസ്സുകൊണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവർ വളരെയധികം ചിലപ്പോൾ നിങ്ങൾ കണക്റ്റഡായിട്ട് പോകുന്ന ബന്ധങ്ങളിൽ പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ വാല്യൂ, നിങ്ങളെ കേൾക്കാനുള്ള ഒരു മനസ്സൊന്നും അവരൊരു പക്ഷേ തന്നിരുന്നില്ലായിരിക്കും. അത് അവരുടെ ഒരു ഈഗോയാണ്, അല്ലെങ്കിൽ അവരെല്ലാം തികഞ്ഞതാണെന്നുള്ള ചില ചിന്തകളായിരുന്നു കാണും. നിങ്ങളെ കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. നിങ്ങളിൽ നിന്നും എപ്പോഴും ഫേസ് തിരിച്ചു വെച്ച്, അതായത് മറ്റൊരു ധ്രുവങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന, മറ്റെന്തിലേക്കോ അവർ ഫോക്കസ് ചെയ്യുന്ന പോലെ കടന്നു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അവിടെ നിന്നും ഇപ്പം മാറി ചിന്തിക്കുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ്, നിങ്ങളുടെ വാല്യൂ ഒക്കെ അവർ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പാഷൻ എനർജിയാണ് ഇതിനകത്ത് ഇനി വരുന്നത് കേട്ടോ. അതായത് തിരുത്തലുകളാണ് ഇനി പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും മറ്റു രീതിയിൽ, നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില രീതികളിലായിരിക്കാം ഇവരുടെ നിങ്ങളോടുള്ള ഇനിയൊരു ബിഹേവിയർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരിക്കൽ പോലും നിങ്ങൾ ഇന്ന രീതിയിൽ ഈ പേഴ്സൺ തിരിച്ചു വരും, ഇന്ന അവസ്ഥയിൽ ഈ ഒരു വ്യക്തി ആകുമെന്നൊക്കെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിങ് ആണ് ഈ ഒരു വ്യക്തിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി ഇപ്പം നിങ്ങളുടെ ബന്ധത്തെ കാണുന്നു. നിങ്ങളുടെ റിലേഷനെ അവർ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു ഹെൽത്തി സിറ്റുവേഷൻസിലേക്ക്, വളരെ നല്ലൊരു ഹെൽത്തി സിറ്റുവേഷൻസിലേക്ക് അവർ മാറണമെന്ന് ആഗ്രഹിക്കുന്നു. ശരിക്കും ഒരു ഇമോഷണൽ ബാലൻസ്, കുറച്ചൊക്കെ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങളെ കാണുന്നു.
ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട് ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം. അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവർ മനസ്സുകൊണ്ട് നിങ്ങളെ വളരെ ശക്തമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. സ്നേഹത്തിനേക്കാളും പ്രണയത്തെക്കാളൊക്കെ ഉപരി നിങ്ങളോട് അവർക്കൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അതിനുള്ളൊരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് എന്നത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയൊരു ഫീലിങ്സാണ്. ഒരു പക്ഷേ അവരുടെ മുന്നിൽ നിങ്ങൾ പാസ്റ്റിൽ ഒരു ജഡ്ജ്മെൻറ്റിങ് പോലെ, അതായത് കൺട്രോളിങ് പോലെ നിന്ന സമയങ്ങളുണ്ടാവാം. ഒരു പക്ഷേ ഇന്നലകളിൽ നിങ്ങൾ അവരോട് വളരെ കൺട്രോളോടുകൂടി, അല്ലെങ്കിൽ അവരെ വളരെ സ്ട്രോങ് ആയിട്ട് ഭരിക്കുന്ന മട്ടിലൊക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പെരുമാറിയിട്ടുണ്ടാവാം. അത് അവർക്ക് അന്ന് വെല്ലുവിളിയായിട്ട് തോന്നി. അതിൻ്റെ നന്മയോ അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റിയോ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചില്ല. അവരതിനെ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, അവർക്ക് നേരെ നടത്തുന്ന ഒരു കൺട്രോളിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവരതിൻ്റെ പൂർണ്ണത, പോസിറ്റിവിറ്റി മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ സന്തോഷം എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം അവരുടെ ഒരു എലോൺ എനർജിയിൽ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവർക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടാണ്. അതായത് ഒരു നഷ്ടബോധമാണ്. അവർക്ക് ചുറ്റും ഒന്നുമില്ല. ഒരു ഏകാന്തത അവർ വല്ലാതെ അനുഭവിക്കുന്നു. പാസ്റ്റിൽ അവർ ഏകാന്തതയെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രസൻറ്റിൽ അവർക്ക് ഏകാന്തത ഒരു വീർപ്പുമുട്ടായിട്ട് തോന്നുന്നു. കാരണം അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ പാസ്റ്റിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രസൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. പ്രസൻറ്റിൽ നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ലവിലേക്ക് മാറിയവർ, അവരിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നവരുടെ പ്രസൻസിലേക്ക് നോക്കുമ്പം അവർക്ക് ആ ഒരു ഏകാന്തതയുടെ ഒരു ഭീകരത, അല്ലെങ്കിൽ ആ ഒരു മോശമാകുന്ന വശം അവർ മനസ്സിലാക്കുന്നു. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഇപ്പോൾ അവർക്ക് ഒരു തിരിച്ചറിവാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ മൂല്യം എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. സെവൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു മാനിഫെസ്റ്റേഷൻ പ്രക്രിയയിലാണ് അവർ നിൽക്കുന്നത്. ഒരുപക്ഷെ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നില്ല എങ്കിലും അവരുടെ ചിന്തകൾ അവരെ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, മാനിഫെസ്റ്റേഷനിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സണാണ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി ടോക്സിക് സിറ്റുവേഷൻസിലാണ് നിന്നത്. ആ വ്യക്തിയുടെ എനർജിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ടോക്സിക് ഫീലിങ്സ് ഉണ്ട്. കാരണം ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അതായത് ഫാമിലിയെ വിട്ടുകളഞ്ഞ് ഒന്നും നേടുക എന്നത് ഈ ഒരു വ്യക്തിക്ക് അസാധ്യമാണ്. പേരൻസിനാണേലും മറ്റു ബന്ധങ്ങൾക്കാണേലും വളരെ വാല്യൂ കൽപ്പിക്കുന്ന ഒരു പേഴ്സണാണ്. അവിടെ അടിമയെ പോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ വന്നിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ട സാഹചര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ടോക്സിക്കാണ്. എപ്പോഴും നിരാശയുള്ളൊരു വ്യക്തിയാണ്. ഈ നിരാശയുടെ കാരണം അമിതമാകുന്ന ഫാമിലി ഓറിയൻറ്റഡ് ആയി എന്നുള്ളത് തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വിരഹമാണ് കേട്ടോ, ദുഃഖമാണ്. വളരെയധികം ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് എനർജിയാണ്. ഇരുട്ടിലകപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. കാരണം ചെയ്ത തെറ്റുകൾ വളരെ ശക്തമായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതായത് സ്നേഹത്തെ കൺട്രോൾ പോലെയാക്കി അവർ ഒരു സമയത്ത് കണ്ടിരുന്നു. നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത നിറഞ്ഞ എല്ലാ പ്രവൃത്തികളെയും ഓവർ കൺട്രോളിങ് ആക്കി, അല്ലെങ്കിൽ അവരുടെ നേരെ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളായിട്ടാണ് ഇവർ കണ്ടത്. പക്ഷെ അതല്ലായിരുന്നു എന്നത് ഇവർക്ക് വ്യക്തമായിട്ടും ഇപ്പം മനസ്സിലാകുന്നു. ആ മനസ്സിലാക്കൽ അവർക്ക് ഭയങ്കര ദുഃഖം, നിരാശയ്ക്കൊക്കെ കാരണമായി തീർന്നിരിക്കുന്നു. അതായത് നഷ്ടബോധം എന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ അവർ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ആയിട്ടൊരു എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കേട്ടോ. ഒരു മായാവലയത്തിലൊക്കെ പെട്ട് നിന്നിരുന്നു. അതായത് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു, എല്ലാത്തിനെയും തെറ്റിദ്ധാരണയോടുകൂടി കണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസും. പിന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. എവിടെ ചെന്നാലും എല്ലാവരും ഒരു പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ എവിടെ നിന്നാലും അവിടെ ഈ ഒരു വ്യക്തിക്കൊരു മുൻഗണന ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള പേഴ്സണാണ്. എല്ലാവരാലും അംഗീകരിക്കപ്പെടുക, ശ്രദ്ധിക്കപ്പെടുക,
ഒരു പക്ഷേ അവരുടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടി ആവാം, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ആവാം, അവരുടെ ഒരു സംസാര ശൈലി ആവാം. അതൊക്കെ അവരെ വല്ലാതെ മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്ന, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു എനർജി വൈബ് ഉള്ള വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ലൈഫിൽ അവരെ സംബന്ധിച്ച് അവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് കണക്ട് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളത്, അല്ലെങ്കിൽ സമയത്തിന് ജീവിതത്തെ കറക്റ്റ് ചെയ്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുള്ള ആ ഒരു നിരാശ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയിലേക്കാണ് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു. അവർക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് വേണം. ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും അവർക്കൊന്ന് ഓവർകം ചെയ്യണം. അതായത് അവർക്കൊരു ഒറ്റപ്പെടലിൽ നിന്നും അവർക്ക് മാറി മറ്റൊരു സിറ്റുവേഷൻസ് അവർക്ക് വേണം എന്നുള്ളൊരു ശക്തമായ ആഗ്രഹം. അതായത് അവരുടെ ജീവിതത്തിൽ ഒരു റീബർത്ത് എനർജി വേണം. ഇനിയെങ്കിലും ഒരു പുതിയ തുടക്കം, പുതിയ സാഹചര്യങ്ങൾ, ലൈഫ് സിറ്റുവേഷൻസിനൊരു ചേഞ്ചിങ് ഒക്കെ അവർ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റീകണക്റ്റ് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങളിലേക്ക് ഒരു കോളോ മെസ്സേജോ വരാൻ 100% അടുത്ത സമയങ്ങളിൽ ഉറപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിലെ സ്നേഹം, പ്രണയം അതവർ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു എനർജി കൂടി അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കാലം അവരിലേക്ക് കാര്യങ്ങളുടെ ക്ലാരിറ്റി കൊടുത്തിരിക്കുന്നു. അതായത് അവരെന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് ഉപേക്ഷിക്കേണ്ടത്, ഏതായിരുന്നു ശരി, ഏതായിരുന്നു തെറ്റ് എന്നുള്ളതെല്ലാം അവർക്ക് വളരെ വ്യക്തമായിട്ട് ധാരണ കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പാസ്റ്റിൽ, അതായത് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ അവർ വല്ലാതെ ഇപ്പം ആകർഷണീയമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് തിരിച്ചു വരാൻ, നിങ്ങളെക്കുറിച്ച് അറിയാൻ, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ, നിങ്ങൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഒക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പൂർണ്ണമായിട്ടും തയ്യാറാണ്. കാരണം നിങ്ങൾക്കിടയിൽ ഉള്ള ആ ഒരു സോൾ കണക്ഷൻസ്, ഒരു സോൾ ബന്ധനം പോലെയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് എത്ര കാലം കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരുന്നു എന്നുള്ളതാണ് അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത് കേട്ടോ. മാത്രവുമല്ല നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റീസുമായിട്ട് നിങ്ങളിലേക്ക് വരണം, ഒരു പുതിയ തുടക്കം വേണമെന്ന് അവർ ഉറച്ച് തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കാർമിക് സിറ്റുവേഷൻസ്, ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ സെപ്പറേറ്റഡ് ആയിട്ട് പോയ വ്യക്തികളെ സംബന്ധിച്ച് അത് കാർമിക് സിറ്റുവേഷൻസിൻ്റെ ഫലമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മോശം സമയത്തിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിരക്തി, നിരാശ, ഒറ്റപ്പെടലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ഈ കാർമിക് സിറ്റുവേഷൻസ്, കാർമിക് ആകുന്ന സാഹചര്യം വരുന്നത്. നമ്മൾ ശനിദശയെന്നും കണ്ടകശനിയെന്നും ഏഴര ശനിയെന്നും രാഹുർദശയെന്നൊക്കെ പറയും പോലെ അതെല്ലാം മോശമായിട്ട് വരുന്ന സാഹചര്യത്തെയാണ് കാർമിക് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അർഹതയില്ലാത്ത ചിലത് നമ്മളിലേക്ക് വരികയും അതിനെ നമ്മൾ വളരെ ആഴത്തിൽ കണക്റ്റ് ചെയ്യുകയും അത് പിന്നീട് നമുക്ക് ദുഃഖം നൽകുകയും ചെയ്യുന്ന സാഹചര്യവും കാർമിക് എനർജിയിൽ പെടുന്നതാണ്. അപ്പം ഇത് കർമ്മ ബേസിൽ വന്നതാണ്. ഒരു ശനിയുടെ എനർജിയെ ബേസ് ചെയ്ത് കർമ്മഫലമായിട്ട് വന്നതാണ്. ആ ഒരു കർമ്മം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പം ഇത് അവസാനിച്ച് വീണ്ടും ഇതിനകത്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു യോഗമുണ്ടെങ്കിൽ വളരെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ മുന്നോട്ടേക്ക് പോകാനുള്ള യോഗമുണ്ട്, റീയൂണിയനുള്ള യോഗമുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു, അവരാഗ്രഹിക്കുന്നു. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, ന്യായം നടപ്പിലാക്കപ്പെടണമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ അവരാണ് നിങ്ങൾക്കിടെ ഇടയിൽ സെപ്പറേഷന് കാരണമായതെങ്കിൽ അവർ തന്നെ മുൻകൈ എടുത്ത് ഈ ഒരു സെപ്പറേഷൻ മാറ്റി വരുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു അബണ്ടൻസ്, ഒരു ഗുഡ് ന്യൂസ്, ഒരു റീയൂണിയനാണ് നമുക്ക് ഈ ഒരു എനർജിയിലുടനെ കാണാൻ സാധിക്കുന്നത്. എന്താണേലും എയ്റ്റോ സോഴ്സിൻ്റെ എനർജി, നൈനോ സോഴ്സിൻ്റെ എനർജിയൊക്കെ വന്നിട്ടുണ്ട്. ശക്തമായ കർമ്മ നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു. നിങ്ങൾ അനുഭവിക്കേണ്ട മാക്സിമം നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടൊപ്പം തന്നെ അവരും അനുഭവിക്കാനുള്ളത് പൂർണ്ണമായിട്ടും അനുഭവിച്ച് കഴിഞ്ഞു. ഇനി റിസ്ക് എടുക്കേണ്ടതാണ്, ഇനി ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇനി കാര്യങ്ങളെ മനസ്സിലാക്കി കോൺഫിഡൻസോട് കൂടി ഒരു സെക്കൻഡ് ചാൻസ് എനർജിയിലേക്ക് നിങ്ങളുടെ റിലേഷൻ മാറാൻ പോവുകയാണ്. അപ്പം അവർ നിങ്ങളിലേക്ക് വന്നാലും നിങ്ങളും പലതും മറക്കുക, അല്ലാണ്ട് അത് ആവർത്തിക്കുകയോ മറന്ന കാര്യങ്ങളെ പിന്നെ ഓർമ്മിപ്പിക്കുകയോ ചെയ്യാതെ വളരെ നല്ല രീതിയിൽ കണക്റ്റ് ചെയ്ത് കടന്നു പോകാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിന് നല്ലതായിരിക്കും, അവർക്കും അതൊരു ഹാപ്പിനെസ് ആയിരിക്കും. അതുപോലെ തന്നെ കോണ്ടാക്റ്റിലൊക്കെ പോകുന്നവരെ സംബന്ധിച്ച്
ഇടയ്ക്കൊക്കെ ഇത് എന്താണ്, ഈ ഒരു ബന്ധം പോസിറ്റീവാണോ, ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ അവരിൽ വരുന്നുണ്ട്. അതും സമയത്തിൻ്റെയും കർമ്മഫലമായിട്ടും കണക്റ്റഡ് ആകുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോകുന്ന എല്ലാ ബന്ധങ്ങളും കർമ്മയുടെ ഫലമായിട്ടും ഒരു സോൾ കണക്ഷൻസിൻ്റെ ഫലമായിട്ടൊക്കെ വന്നു ചേരുന്നതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചിലത് നിങ്ങൾക്ക് ചിലത് പഠിക്കാനാവും, ചിലത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാകും. അപ്പോൾ അതും മനസ്സിലാക്കുക. അപ്പം നല്ലത് കിട്ടിയാലും ചീത്ത കിട്ടിയാലും അതെല്ലാം ആ ഒരു ലൈഫിലൂടെ കടന്നു പോകേണ്ട, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഒറ്റപ്പെടലിൽ നിന്നും മാറ്റം വരികയാണ് കേട്ടോ. നിങ്ങളെ ഒറ്റയ്ക്കാക്കി നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകുന്നു. നിങ്ങളോട് അവർ ഇമോഷണൽ ഹൈഡിങ് ചെയ്തു വെച്ചിരുന്നെങ്കിൽ, അവരുടെ സ്നേഹവും പ്രസൻസും എല്ലാം നിങ്ങൾക്ക് നൽകാൻ ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാതെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു എങ്കിൽ അവരതിൻ്റെ എല്ലാ ഫലം വളരെ സ്ട്രോങ് ആയിട്ട് മറ്റൊരിടത്തുനിന്ന് അനുഭവിച്ചു എന്നാണ് കാണുന്നത്. നിങ്ങളെ എവിടെയാണോ അവർ ഉപേക്ഷിച്ചു പോയത് അതിനേക്കാൾ കഷ്ടമുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പിന്നീട് അവർ കടന്നു പോയതെന്നുള്ളതുകൂടി അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ചാൻസ് എനർജി നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ.